ഹലോ. ഓഡിബിൾ ആണോ? ഓഡിബിളും വിസിബിളും ആണോടാ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? എന്നെ കേൾക്കാനും കാണാൻ കഴിയുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ക്ലാസ് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഓൾ. ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്. ഓഡിബിൾ ആണോ? ഗുഡ് മോർണിംഗ്. ഓഡിബിൾ ആണോ? യെസ് 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 യെസ്. എല്ലാം ഓക്കെ ആണ്. ഓക്കെ ഓക്കെ, കേൾക്കാം കേൾക്കാം. നിങ്ങൾ ഇടുന്ന കമന്റ് അല്ല മെസ്സേജ് എനിക്ക് കുറച്ച് ഡിലേ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതാണ് ഈ ഒരു ഡിലേ വരുന്നത്. ഓക്കെ, ഇപ്പൊ ശരിയായി, ഇപ്പൊ ശരിയായി. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയോ? ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കിയോ? നമ്മൾ ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ് അല്ലെ? ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ്. നമ്മുടെ ഈ ഗാന്ധിയൻ എറ എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ എന്താണ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന കാര്യങ്ങൾ. നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി നിർത്തി മറ്റൊന്ന് പഠിക്കാൻ കഴിയില്ല. നമുക്ക് തന്നെ അറിയാം അല്ലെ? കാണുന്നില്ലേ? എന്തു പറ്റി? ഒന്നുകൂടി ഒന്ന് ബാക്കിലേക്ക് പോയിട്ടൊന്ന് കയറി നോക്കുവോ? യെസ്. ഓൾഡ് റെക്കോർഡഡ് ക്ലാസ് ഇപ്പൊ കാണുന്നില്ലേ? ആണോ? അത് ടെക്നിക്കൽ ടീമുമായിട്ടൊന്ന് ബന്ധപ്പെടുവോ ബിബിയ? എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളെ പറ്റി വലിയ ധാരണയില്ല. അതൊന്ന് ടീമുമായിട്ടൊന്ന് ബന്ധപ്പെടണേ. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, മുന്നത്തെ ക്ലാസ്സുകൾ കിട്ടാത്തതോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോണേ. അതൊന്ന് എന്താ ടീമുമായിട്ടൊന്ന് ബന്ധപ്പെടുക. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കി. അപ്പൊ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചുമ്മാ? യെസ്, സ്റ്റാർട്ടായി. നമ്മൾ ക്ലാസ്സിലാണ് ആക്ച്വലി. ഇപ്പൊ ചോദിക്കട്ടെ കുറച്ച് ക്വസ്റ്റ്യൻസ്? ചോദിക്കട്ടെ? യെസ്, ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പം ചുമ്മാ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്രത്തോളം വായിച്ചിട്ടുണ്ടെന്ന് അറിയണമല്ലോ. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം അല്ലെ? ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അവിടേക്ക് എത്തിക്കുന്നത് രാജ്കുമാർ ശുക്ലയാണെന്ന് അറിയാം. നമ്മുടെ രാജ്കുമാർ ശുക്ലയോട് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞ വ്യക്തി ആരാണ്? എന്റെ ആദ്യത്തെ ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം അല്ലെ? നമുക്കറിയാം ഇന്ത്യയിലെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. എന്റെ ചോദ്യം, നമ്മുടെ ഗാന്ധിജിയോട് ഗാന്ധിജിയല്ല, നമ്മുടെ രാജ്കുമാർ ശുക്ലയോട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞ വ്യക്തി ആരായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. യെസ്, ഗണേഷ് വിദ്യാർത്ഥിയാണ് ഗാന്ധിജിയെ പറ്റി പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചമ്പാരനിലെ നീലം കർഷകരുടെ അവസ്ഥയെ പറ്റി നമ്മുടെ ഗാന്ധിജി അറിഞ്ഞതിന് ശേഷം 16 ലക്നൗ സെക്ഷനിൽ എന്ത് ചെയ്തു? ഒരു പ്രമേയം അവതരിപ്പിച്ചു അല്ലെ? ആരായിരുന്നു ആ പ്രമേയം അവതരിപ്പിച്ചത്? എന്റെ രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു ഗണേഷ് വിദ്യാർത്ഥി അല്ലെ? ഗണേഷ് വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഗാന്ധിജിയെ പറ്റി രാജ്കുമാർ ശുക്ലയോട് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം നീലം കർഷകരോടുള്ള സഹതാപം അല്ലെ? അവരോടുള്ള ഒരു പ്രതിപത്തി കാണിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. മോഹൻലാൽ പാണ്ഡ്യ അല്ല. മോഹൻലാൽ പാണ്ഡ്യ ഇതുമായിട്ടൊരു ബന്ധമില്ല. മോഹൻലാൽ പാണ്ഡ്യ എവിടെ വന്നു? നമ്മുടെ ഉള്ളിക്കള്ളനാണല്ലേ? ഡംഗ്ലി ചോറാണ് മോഹൻലാൽ പാണ്ഡ്യ. യെസ്, ബ്രിജ് ബാബു കിഷോർ ആണ് എന്ത് ചെയ്തത്? നമ്മുടെ ചമ്പാരനിലെ ആൾക്കാരോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തത്? അപ്രമേയം അവതരിപ്പിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്
അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എത്ര ദിവസം നീണ്ടുനിന്നു? എത്ര ദിവസം നീണ്ടുനിന്നു? അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എത്ര ദിവസം നീണ്ടുനിന്നു? 21 കറക്റ്റ് ആണ്. 21 ദിവസം നീണ്ടുനിന്നു. 21 ദിവസം നീണ്ടുനിന്നു. നമ്മുടെ ഈ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിൽ ഗാന്ധിജി എത്തിച്ചത്, ഗാന്ധിജിയോട് തൊഴിലാളികളുടെ അവസ്ഥയെ പറ്റി പറഞ്ഞ ഒരു പ്രമുഖ നേതാവുണ്ട്, ഒരു പ്രമുഖ സ്ത്രീ നേതാവുണ്ട്, ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. അവരുടെ പേരെന്താണ്? അഹമ്മദാബാദ് മില്ലിലെ അല്ലെങ്കിൽ അഹമ്മദാബാദിലുള്ള മില്ലുകളിലെ തൊഴിലാളികളുടെ അവസ്ഥയെ പറ്റി ഗാന്ധിജി ധരിപ്പിച്ചത് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. അവരുടെ പേരെന്തായിരുന്നു? അനസൂയ. യെസ്, അനസൂയ സാരാഭായ്. അനസൂയ സാരാഭായ് അല്ലേ? അനസൂയ സാരാഭായ്, അനസൂയ ബഹൻ എന്നറിയപ്പെടുന്ന അനസൂയ സാരാഭായ് അല്ലെ? നമ്മുടെ ഗാന്ധിജിയുടെ സഹചാരിയായിരുന്നു അവര്. അനസൂയ സാരാഭായ് ആണ് ഗാന്ധിജിയോട് നമ്മുടെ അഹമ്മദാബാദിലെ മില്ലുകളിലെ തൊഴിലാളികളുടെ അവസ്ഥയെ പറ്റി പറഞ്ഞു. അനസൂയ സാരാഭായ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വായിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ 1919-20 കാലഘട്ടങ്ങളിൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇന്നലെ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? ചമ്പാരൻ, അഹമ്മദാബാദിലെ മിൽ സ്ട്രൈക്ക്, അതുപോലെ തന്നെ ഖേദ സത്യാഗ്രഹ. പിന്നെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി നോക്കിയിട്ടുണ്ട്. എന്തായിരുന്നു? റൗലറ്റ് ആക്ട് അല്ലെ? എന്തായിരുന്നു? അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്ന് പറയുന്ന റൗലറ്റ് ആക്ട് അല്ലെ? റൗലറ്റ് ആക്ട് നമ്മുടെ സിഡ്നി റൗലറ്റ് അല്ലെ? ജനറൽ സിഡ്നി റൗലറ്റിന്റെ റൗലറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കരി നിയമമായിരുന്നു അല്ലെ? റൗലറ്റ് ആക്ടിനെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആയിരുന്നു. അപ്പൊ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് അല്ലെ? വാറണ്ട് ഒന്നും ഇല്ലാതെ ആരെയും പോയി അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലാക്കാനും കഴിയുന്ന അതിന് ബ്രിട്ടീഷ് അധികാരികളെ പര്യാപ്തരാക്കുന്ന ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ റൗലറ്റ് ആക്ടുമായിട്ട് ചുവട് പിടിച്ച് എന്ത് ചെയ്തു? സത്യാഗ്രഹം, ഒരു മാസ് മൂവ്മെന്റ് ഗാന്ധിജി ലോഞ്ച് ചെയ്തു. അത് നടന്നുകൊണ്ടിരിക്കുന്ന ഏപ്രിൽ 6 1919 ഏപ്രിൽ 6 എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഒരു ഓൾ ഇന്ത്യ ഒരു ഹർത്താലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഹർത്താലിൽ കടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം അടഞ്ഞു കിടന്നു. പൂർണ്ണതോതിൽ ജനജീവിതം സ്തംഭിച്ചു. എന്നാൽ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചാബിലുള്ള പ്രമുഖ 2 ദേശീയ നേതാക്കൾ അല്ലെ? സൈഫുദ്ദീൻ കിസ്ലുവിനെയും ഡോക്ടർ സത്യപാലിനെയും എന്ത് ചെയ്യുന്നുണ്ട്? പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വയലന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർ അടിച്ചു താക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് 11-ാം തീയതി ഏപ്രിൽ 11-ാം തീയതി 144 എന്ത് ചെയ്യാണ്? CRPC 144 നിരോധനാജ്ഞ എന്ത് ചെയ്യാണ്? ജനറൽ ഡയർ പുറപ്പെടുവിക്കുകയാണ്. എന്നാൽ 13-ാം തീയതി ബൈസാഖി ഫെസ്റ്റിവലിന് കൂടിയായിരുന്നു അല്ലെ? ജാലിയൻ വാലാബാഗിൽ സമാധാനപരമായിട്ടുള്ള ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ജനറൽ ഡയർ അവിടേക്ക് എത്തുകയും എന്ത് ചെയ്തു? നിറയൊഴിക്കുകയും ചെയ്തു. ഏകദേശം 20,000-ഓളം ആൾക്കാർ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പുള്ളി അങ്ങനെ വന്ന് വെടിവെച്ചതിന്റെ ഫലമായി ഒഫീഷ്യലി 379 പേരുടെ കണക്കാണ് പറയുന്നുണ്ടെങ്കിലും അൺഒഫീഷ്യലായിട്ട് ഏകദേശം 1500-ൽ പരം ആൾക്കാർ മരിച്ച വളരെ നിർഭാഗ്യകരമായിട്ടൊരു സംഭവം എന്ത് ചെയ്യാണ്? ജാലിയൻ വാലാബാഗില് നടക്കുകയാണ്. ഈ ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ആകമാനം വളരെ ഒരു റിഡ്രസൽ ഉണ്ടാവുകയാണ് അല്ലെ? നമ്മുടെ ആൾക്കാരെ കൊല്ലുകയാണ്, ഒരു ആവശ്യമില്ലാതെ കൊല്ലുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം? അതിനുശേഷം ഒക്ടോബർ 14-ാം തീയതി എന്ത് ചെയ്യാണ്? 1919 ഒക്ടോബർ 14 ഒരു കമ്മിറ്റി ഹണ്ടർ കമ്മിറ്റി അല്ലെ? ഹണ്ടർ കമ്മിറ്റി, ഒരു ഇൻക്വയറി കമ്മിറ്റി എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷ് അധികാരികൾ നിയമിക്കുകയാണ്. എന്നാൽ ഹണ്ടർ കമ്മിറ്റി 20-ൽ എന്ത് ചെയ്യുന്നു? സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഹണ്ടറിനെ കുറ്റവിമുക്തനാക്കി മാറ്റുന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതും ഒരു പ്രശ്നമായിട്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം 1919-ലെ സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
ഈ ഒരു അവസ്ഥയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ഒരു പ്രശ്നം വരുന്നത്. എന്തായിരുന്നു ആ പ്രശ്നം? അടുത്തൊരു പ്രശ്നം എന്താണ്? എന്താണ് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം അല്ലെ? ഒന്നാം ലോക മഹായുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായിട്ടും എന്താണ്, രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് അല്ലെ, രണ്ട് പവേഴ്സ് ആണ് പ്രധാനമായിട്ടും യുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ആ പവേഴ്സ് എന്ന് പറയുന്നത്? ഒന്നാം ലോക മഹായുദ്ധത്തില് പ്രധാനമായിട്ടും രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ പവേഴ്സ് എന്ന് പറയുന്നത്? സെൻട്രൽ പവേഴ്സും അലീഡ് പവേഴ്സും. സെൻട്രൽ പവേഴ്സും അലീഡ് പവേഴ്സ് എന്ന് പറയുന്ന രണ്ട് പവേഴ്സ് ആയിട്ട് തിരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെൻട്രൽ പവേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, അതുപോലെ തന്നെ എന്താണ്, ടർക്കി, ബൾഗേറിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് സെൻട്രൽ പവേഴ്സിൽ വരുന്നത്. അപ്പൊ അലീഡ് പവേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ, അതുപോലെ തന്നെ ഇറ്റലി, ജപ്പാൻ ഒക്കെയായിരുന്നു. ഇറ്റലി ആദ്യം അലീഡ് പവേഴ്സിലാണെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ സെൻട്രൽ പവേഴ്സിലോട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അലീഡ് പവേഴ്സിൽ അവസാനമായി വന്ന് ജോയിൻ ചെയ്യുന്ന ആളാണ് ആര്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് പവേഴ്സ് ആയിട്ടാണ് അല്ലെ, സെൻട്രൽ പവേഴ്സ് ആയിട്ടും അലീഡ് പവേഴ്സ്. നമുക്ക് ഈ വേൾഡ് വാർ ഒന്നും പഠിക്കാനില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞ് അങ്ങ് പോകുന്നത്. അപ്പൊ പ്രശ്നം എന്താണ് പറ്റിയത്? നമുക്കറിയാം സെൻട്രൽ പവേഴ്സ് ആണ് വേൾഡ് വാർ കൊണ്ടിട്ട് ജയിക്കുന്നത് അല്ലെ, വിജയം കണ്ടെത്തുന്നത് സെൻട്രൽ പവേഴ്സ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് പവേഴ്സിലുള്ള ഓപ്പോസിറ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നല്ലതായിരിക്കോ? അല്ലല്ലേ, ഉറപ്പായിട്ടും അവരെന്താണ് കാര്യം വളരെ കഷ്ടമായിരിക്കും. ഓപ്പോസിറ്റ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി ഉണ്ട്. അതുപോലെ തന്നെ ടർക്കി ഭരിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമായിരുന്നു. ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ടർക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ നമ്മുടെ വേൾഡ് വാർ കഴിയുന്ന സമയത്ത് അല്ലെ, വേൾഡ് വാർ അവസാനിക്കുന്ന ട്രീറ്റി ഓഫ് സെർവ്സ് എന്ന് പറയുന്ന അല്ലെ, ട്രീറ്റി ഓഫ് സെർവ്സ് എന്ന് പറയുന്ന ട്രീറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, വേൾഡ് വാർ 1 എൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിൽ ഈ രണ്ട് കൂട്ടം രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെക്കുന്ന ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് സെർവ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ട്രീറ്റിയിൽ എന്ത് ചെയ്യാണ്, ടർക്കിനെ, അതായത് നമ്മുടെ ഓട്ടോമാൻ എംപയറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള ഒരു ഡിസ്മാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ് പവറും പോവാണ്. ടർക്കിയുടെ ഓട്ടോമാൻ എംപയർ മൊത്തത്തിൽ എന്ത് ചെയ്യണം, അവർ പൊളിച്ച് വേറെ രാജ്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി പിച്ച് ഓരോ രാജ്യങ്ങളായിട്ടൊക്കെ ഈ നമ്മുടെ സെൻട്രൽ പവേഴ്സ് ഉള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യണം, എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഡിസ്മാൻഡിൽ എന്ന് പറയുന്നത്. അങ്ങനെ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു, ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഭരണാധികാരിയെ ലോകത്ത് എങ്ങുമുള്ള മുസ്ലിങ്ങൾ അവരുടെ ഖലീഫയായിട്ടാണ്, അവരുടെ ഒരു മെയിൻ ലീഡർ ആയിട്ടാണ്, നബിയുടെ പിൻതലമുറക്കാരനായിട്ടാണ് എന്ത് ചെയ്തത്, മുഹമ്മദ് നബിയുടെ പിൻതലമുറക്കാരനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടുണ്ടായിരുന്നത് പൊതുവിൽ ഇവർക്ക് ഒരു വലിയൊരു പ്രശ്നമായി തന്നെ, ലോകത്ത് മൊത്തത്തിൽ തന്നെ ഒരു പ്രശ്നമായിട്ട് ഉടലെടുത്തു. അങ്ങനെ ഇന്ത്യയിലും അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ടർക്കിയെ ഡിസ്മാൻഡിൽ ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമാൻ എംപയർ നശിച്ചതിന്, അല്ലെങ്കിൽ അതിനെതിരെ ബ്രിട്ടൻ എടുത്ത നടപടികൾക്കെതിരായിട്ട് നമ്മുടെ ഇന്ത്യയിൽ രൂപം കൊണ്ടൊരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ഏത്, ഖിലാഫത്ത് പ്രസ്ഥാനം. മനസ്സിലായോ? അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയോ? എങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം ക്ലിയർ ആയോ? നമ്മുടെ ബ്രിട്ടൻ അല്ലെ, ബ്രിട്ടന്റെ കിരാത നടപടികൾ അല്ലെ, ടർക്കിയിലെ ഓട്ടോമാൻ എംപയറിലേക്കുള്ള കിരാതമായിട്ടുള്ള നടപടികൾ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിലുള്ള മുസ്ലിംസിന്റെ ഇടയിൽ വളരെ ഒരു റിസെന്റ്മെന്റിന് അല്ലെ, അവർക്ക് ഒരു ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തുകയും ഈ ടർക്കിക്ക് അല്ലെങ്കിൽ അവരുടെ ഖലീഫ എന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക, ഒരു ആ ഒരു ഓട്ടോമാൻ എംപയറിനെ തിരിച്ച് കൊണ്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഖലീഫയെ തിരിച്ചെത്തിക്കുക എന്നുള്ളൊരു ആവശ്യവുമായി ഇന്ത്യയിൽ ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതെന്താണ്, നമ്മുടെ 1919 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് രൂപം കൊള്ളുന്നത്. 1919 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് രൂപം കൊള്ളുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? അലി ബ്രദേഴ്സ് അല്ലെ, അലി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾ ആരൊക്കെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലെ, മൗലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ട്. വേറെ ആരാണ് പ്രധാനപ്പെട്ട ലീഡർ ആയിട്ട് വരുന്നത്?
മൗലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ട്, മുഹമ്മദ് അലി ഉണ്ട്, ഷൗക്കത്ത് അലി ഉണ്ട്, അതുപോലെ തന്നെ ഹക്കീം അജ്മൽ ഖാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഹസൻ ഇമാം എന്ന് പറയുന്ന ആൾക്കാർ. ഇവരെങ്ങനെയുള്ള എന്താണ് കുറെ ലീഡേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യുന്നത് രൂപം കൊടുക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് വെച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്ന അലി ബ്രദേഴ്സ് തന്നെയാണ്. ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും അല്ലെ, അലി ബ്രദേഴ്സ് ആയിട്ടുള്ള ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും അല്ലെ. നമുക്കറിയാം ഗാന്ധിജി ആദ്യമായിട്ട് കേരളം വിസിറ്റ് ചെയ്യുന്ന അല്ലെ, ഗാന്ധിജി ആദ്യമായിട്ട് കേരളം വിസിറ്റ് ചെയ്യുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1920 എന്ത് ചെയ്യുന്നത് അദ്ദേഹം ആദ്യമായിട്ട് കേരളം വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ എന്താണ് 1919 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ എന്താണ് 1919 ഒക്ടോബർ 17 എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഖിലാഫത്ത് ഡേ ആയിട്ട്, ഓൾ ഇന്ത്യ ഖിലാഫത്ത് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്ന ആചരിക്കാൻ ഇവർ തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം നിലവിൽ വരികയാണ് അല്ലെ. ടർക്കി അല്ലെങ്കിൽ എന്താണ് ഓട്ടോമൻ എംപയർ അല്ലെങ്കിൽ ഖലീഫയ്ക്ക് എന്ത് ചെയ്യുക ഭരണം തിരിച്ചു നൽകുക, അതെന്ത് ചെയ്യുക കുറച്ചുകൂടെ നല്ല രീതിയിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആവശ്യവുമായി എന്താണ് മുന്നോട്ട് വന്ന ഇന്ത്യയിലെ പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ഫൗണ്ടിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നറിയപ്പെടുന്ന അലി സഹോദരന്മാർ, അതുപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇങ്ങനെയുള്ളവരായിരുന്നു പ്രധാനപ്പെട്ട ഫൗണ്ടിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിലെന്തായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഗാന്ധിജി അംഗമായിരുന്നു. അങ്ങനെ എന്താണ് 1919 ഒക്ടോബർ 17 എന്തായിട്ട് ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ എന്തായിട്ട് ആചരിക്കുകയാണ്? അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കുകയാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് ഒക്ടോബർ കഴിഞ്ഞ് നവംബറിൽ എന്ത് ചെയ്യാണ്? ഡൽഹിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടക്കുകയാണ് ഡൽഹിയിൽ വെച്ചിട്ട്. 1919 നവംബർ 24 എന്ത് ചെയ്യാണ്? ഡൽഹിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അല്ലെ, ഗാന്ധിജി പ്രസിഡന്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ്? ഡൽഹിയിൽ വെച്ച് ഓൾ ഇന്ത്യ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഈ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഗാന്ധിജി നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റി സംസാരിക്കുന്നത്. അപ്പൊ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് ഡൽഹിയിൽ നടക്കുന്നു. നവംബറിലാണ് 1919 നവംബറിലാണ് നടക്കുന്നത്. ഇതിൽ എന്ത് ചെയ്യാണ്? ഗാന്ധിജിയാണ് പ്രസിഡന്റ് ആകുന്നത്. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസിന്റെ പ്രസിഡന്റ് ആകുന്നത് ഗാന്ധിജിയാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റി അല്ലെ, നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് ഈ ഒരു സമ്മേളനത്തിലാണ്. ഈ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ആദ്യമായിട്ട് ഇതിനെപ്പറ്റി എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അദ്ദേഹം അംഗമാകാനും അതുപോലെ തന്നെ ഖിലാഫത്തിൽ എന്താണ് ചേർന്ന് പ്രവർത്തിക്കാനും അദ്ദേഹം കണ്ടെത്തിയ റീസൺ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ റീസൺ എന്തായിരുന്നു? ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് അരക്കിട്ടുറപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താണ് അതിന് ഇന്ന് വിത്ത് പാകണം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇതെന്ന് കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് നമ്മുടെ ടർക്കിയെ 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായിട്ട് ടർക്കിയിലെ എന്താണ് ഓട്ടോമൻ എംപയർ അല്ലെ, നമ്മൾ തുർക്കി കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്ന ഓട്ടോമൻ എംപയർ എന്ത് ചെയ്യുന്നു ശിഥിലമാക്കപ്പെടുന്നു. ഖലീഫയുടെ ഭരണം നഷ്ടപ്പെടുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്താണ് ലോകത്തെമ്പാടുമുള്ള മുസ്ലിംസിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു റിസെന്റ്മെന്റ് ഉണ്ടാകുന്നു. അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഇമ്പോർട്ടന്റ് ആണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ് ആലി ബ്രദേഴ്സ് അല്ലെ, ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിരുന്നു അല്ലെ. അവരായിരുന്നു അത് ഫൗണ്ട് ചെയ്തത് അവരായിരുന്നു. എന്നാൽ അതിന്റെ പ്രസിഡന്റ് ഗാന്ധിജി ആയിരുന്നു. ഇതിലെന്താണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് ഡൽഹിയിൽ നടക്കുന്നു. 1919 നവംബർ 24 ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗാന്ധിജിയെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റി അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി ആദ്യമായിട്ട് പറയുന്നതും ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി
പറഞ്ഞു. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ എന്താണ് സ്ഥാപകൻ നമുക്കറിയാം, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അതുപോലെ തന്നെ അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ആയിരുന്നു. ഇതിന്റെ കോൺഫറൻസ് നടന്ന സ്ഥലം ഡൽഹി ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ് ടർക്കിക്കെതിരെ ഉണ്ടായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് എന്ത് ചെയ്തത് ഫോം ചെയ്യുന്നത്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കുഞ്ഞിക്കോയ തങ്ങളായിരുന്നു എന്ത് ചെയ്യുന്നത് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റി. നമ്മൾ കേരള ഹിസ്റ്ററിയിൽ ഇത് പഠിക്കും, ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയിലെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കുഞ്ഞിക്കോയ തങ്ങളായിരുന്നു. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനം എന്നായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ 1919 ഒക്ടോബർ 17 അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനം. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനം 1919 ഒക്ടോബർ 17 അപ്പൊ ഖിലാഫത്തിന്റെ ഒരു എന്താണ് ഒരു ഹിസ്റ്ററി ഇതാണ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ അറിയാലോ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ എന്താണ് എൻഡിലേക്ക് നയിച്ച, അല്ലെങ്കിൽ ഹോം റൂൾ പ്രസ്ഥാനം എന്താണ് ആനി ബസന്റ് നിർത്തിവെക്കാനായിട്ട് ഒരു സാഹചര്യത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു. എന്തായിരുന്നത്? ഹോം റൂൾ പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആനി ബെസന്റ് അല്ലെങ്കിൽ എന്താണ് ആ സമയത്ത് ഉണ്ടായ എന്താണ് ബ്രിട്ടീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഏതാണ് ആ പ്രഖ്യാപനം? ഹോം റൂൾ പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട എന്താണ് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എന്താണ് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഞാനൊന്ന് അടിവരയിട്ട് പറഞ്ഞതാണ്, ഓർത്തു വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു അത്? യെസ്, മൊണ്ടേഗു ഡിക്ലറേഷൻ അല്ലേ? മൊണ്ടേഗു ഡിക്ലറേഷൻ. അന്നത്തെ നമ്മുടെ മിന്റോ മോർലി അല്ല, മൊണ്ടേഗു അല്ലേ? നമ്മുടെ എഡ്വേർഡ് സാമുവൽ മൊണ്ടേഗു, ആ സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അല്ലെ, എഡ്വേർഡ് സാമുവൽ മൊണ്ടേഗു, നമ്മുടെ ആ സമയത്ത് 19 സമയത്ത് എന്താണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അല്ലെ, അദ്ദേഹം എന്താണ് നടത്തിയ ഒരു ഡിക്ലറേഷൻ, അതായത് നമ്മൾ ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓഗസ്റ്റ് 17 തീയതിയാണ് അത് വന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ എന്താണ് പറഞ്ഞത്? എന്താണ് ഇന്ത്യക്ക് സ്വയംഭരണം കൊടുക്കുക അല്ലെ, നമ്മുടെ ഭാരതത്തിന് സ്വയംഭരണം കൊടുക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ എയിം എന്ന് അദ്ദേഹം പറഞ്ഞതാണല്ലേ. മൊണ്ടേഗു ചെംസ്ഫോർഡ് അല്ല കേട്ടോ, മൊണ്ടേഗു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഡിക്ലറേഷൻ അറിയപ്പെടുന്ന എന്താണ് ഇന്ത്യക്ക് സ്വയംഭരണം നൽകുമെന്ന് അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞ പ്രഖ്യാപനത്തിനെയാണ് നമ്മൾ മൊണ്ടേഗു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യാണ്, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നടക്കുകയാണല്ലോ. ഇപ്പം നമ്മുടെ ഈ അന്നെന്താണ് ഈ 14 നമ്മുടെ 1914 18 കാലഘട്ടങ്ങളിൽ 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് എന്താണ് ഇന്ത്യ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ ബ്രിട്ടനെ. സെൻട്രൽ പവർ ആയിട്ടുള്ള ബ്രിട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 18 1-ാം ലോക മഹായുദ്ധം അവസാനിച്ചു കഴിയുമ്പോൾ ഇന്ത്യക്ക് എന്ത് ചെയ്യും, സ്വയംഭരണാവകാശം കിട്ടും. ഇപ്പൊ അവർ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ അകമഴിഞ്ഞ് എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത് അല്ലെ, World War I സഹായിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സഹായങ്ങൾക്ക് ഒരു പ്രത്യുപകാരം എന്നുള്ള രീതിയിലാണ് അന്ന് മൊണ്ടേഗു ഡിക്ലറേഷൻ പറയുന്നത്. എന്താണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും, ഇപ്പൊ സ്വയംഭരണാവകാശം തരും. ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ് ആയിട്ട് അല്ലെ, ഒരു ഉത്തരവാദിത്ത ഭരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ ആത്യന്തികമായ നയം എന്നൊക്കെ എന്ത് ചെയ്യാണ് മൊണ്ടേഗു അന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പൊ ഇന്ത്യക്കാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് 18 എന്ത് ചെയ്യാണ്, നമ്മുടെ 1-ാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്കിപ്പോ എന്ത് ചെയ്യും, ഒരു സ്വയംഭരണാവകാശം കിട്ടും എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ കിട്ടുന്ന എന്താണ്, ഒരു മാർഷൽ ആക്ട്, എന്താണ് ഒരു മാർഷൽ ലോ ആണ് കിട്ടുന്നത് അല്ലെ, റൗലറ്റ് ആക്ട് പോലത്തുള്ള എന്താണ് ഒരു കരി നിയമം അല്ലെ, അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ഒന്നും ഇല്ലാതെ ആൾക്കാരെ പൊക്കിക്കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതും വിചാരണ കൂടാതെ തടവിലിടാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കരി നിയമം ഒന്നാമത് കിട്ടിയ എന്താണ് സമ്മാനം. രണ്ടാമത് വരുന്നതാണ് എന്ത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണങ്ങൾ എന്നറിയപ്പെടുന്ന എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 രണ്ടാമതായിട്ട് കിട്ടുന്ന കാര്യമാണ്. ഇനി മൂന്നാമത്, ഇന്ത്യയുമായിട്ട് ഡയറക്റ്റ് ബന്ധം ഇല്ലെന്നുണ്ടെങ്കിലും ഈ ടർക്കിയിൽ എന്താണ് സംഭവം, എന്ത് ചെയ്യണം, ആവശ്യപ്പെടുകയാണ് അല്ലെ, അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് എന്ത് ചെയ്യണം, അതിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യണം, അത് ബ്രിട്ടൻ അംഗീകരിക്കാതെയാണ് എന്ത് ചെയ്യുന്നത് 1920 മെയ്യിൽ എന്ത് ചെയ്യാണ്, ട്രീറ്റി ഓഫ് സേഴ്സ് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, വിടുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം, ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് നയിച്ച രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ്. അപ്പൊ
അന്നത്തെ എന്താണ് വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡും അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ സാമുവൽ മൊണ്ടേഗോയും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യാണ് ഇന്ത്യയിൽ കുറച്ച് ഭരണ പരിഷ്കാരങ്ങൾ എന്ത് ചെയ്യാണ് നടപ്പിലാക്കുകയാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഈ ഒരു ഭരണ പരിഷ്കാരത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്താണ് നമുക്കറിയാല്ലേ. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് 1909 വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്തു കുറച്ചുകൂടി വിപുലമാക്കി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വെച്ചിട്ട് അന്നത്തെ മുസ്ലിംസിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇന്ന് എന്ത് ചെയ്തു കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എന്ത് ചെയ്തു ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എത്തിയപ്പോൾ അത് കുറച്ചും കൂടെ എന്ത് ചെയ്തു വിശാലമാക്കി. ഇനി രണ്ടാമത് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്തായിരുന്നു പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ രൂപീകരണത്തിന് എന്ത് ചെയ്തു ശുപാർശ നൽകി. അങ്ങനെ എന്ത് ചെയ്യാണ് ആദ്യമായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് ചെയ്യാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 ബന്ധപ്പെട്ട് വരുന്നത് എവിടെയാണ് മദ്രാസിലാണ് കേട്ടോ. മദ്രാസ് പ്രോവിൻസിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത് 1926 കേട്ടോ. 1926 എന്ത് ചെയ്യണം ആദ്യമായിട്ടൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് ചെയ്തു പ്രോവിൻസിൽ രൂപം കൊണ്ടു. അത് മദ്രാസിലായിരുന്നു. ഇനി അടുത്ത് വന്ന എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര നിയമസഭയെ ദ്വിമണ്ഡല സഭയാക്കി എന്ന് പറഞ്ഞത് ബൈക്യാമറലിസം അല്ലെ. ബൈക്യാമറലിസം കൊണ്ടുവന്നു. എന്താണ് ഈ ബൈക്യാമറലിസം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് പൊളിറ്റിയിൽ പഠിച്ചിട്ടുണ്ടോ? എന്താണ് ബൈക്യാമറലിസം പൊളിറ്റിയിൽ പഠിച്ചിട്ടുണ്ടോ? എന്താണ് ബൈക്യാമറലിസം? എന്റെ ചോദ്യം എന്താണ് ബൈക്യാമറലിസം എന്നാണ് എന്റെ ചോദ്യം. പൊളിറ്റി നോക്കിയിട്ടുണ്ടോ? എന്താണ് ഈ ദ്വിമണ്ഡല സഭ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ദ്വിമണ്ഡല സഭ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് ബൈക്യാമറലിസം അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് എന്റെ ചോദ്യം. പൊളിറ്റിയിൽ പഠിച്ചിട്ടില്ലേ? ദ്വിഭരണം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നറിയാം. അല്ല, ഈ ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മളിപ്പോ സെൻട്രലി കാണുന്നില്ലേ, നമ്മുടെ ഇപ്പം ഇന്ത്യ ഗവൺമെന്റിന് എന്താണ് 2 സഭകളല്ലേ ഉള്ളത്. 2 രാജ്യസഭയും അതുപോലെ തന്നെ എന്താണ് ലോകസഭയും 2 സഭകളായിട്ടല്ലേ നിൽക്കുന്നത്. അതുപോലെ എന്ത് ചെയ്യാൻ അത് തന്നെ കാര്യം സെയിം സാധനം ലോക്സഭയും രാജ്യസഭയും അങ്ങനെ 2 സഭകളായിട്ട് നിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ ബൈക്യാമറലിസം എന്ന് പറയുന്നത്. സ്റ്റേറ്റുകളുടെ കേസിലാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. അത് തന്നെയാണ് നമ്മുടെ സെൻട്രലിൽ ഇപ്പൊ കാണുന്ന സാധനം തന്നെയാണ് ഈ ബൈക്യാമറലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ അല്ലെങ്കിൽ ദ്വിസഭ എന്നൊക്കെ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യും 2 സഭകളാക്കി തിരിക്കും. 2 സഭകളാക്കി എന്ത് ചെയ്യും തിരിക്കും. അതിനെയാണ് ബൈക്യാമറലിസം എന്ന് പറയുന്നത്. അപ്പൊ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്ത് ചെയ്യാണ് കേന്ദ്ര നിയമനിർമ്മാണ സഭ. ഇവിടെ എന്താണ് നമ്മുടെ സെൻട്രലിലുണ്ടല്ലേ, സെൻട്രൽ എന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്ത് ചെയ്യാണ് ബൈക്യാമറലിസം അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ എന്ത് ചെയ്യാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. യെസ് കറക്റ്റ് ആണ്. 2 പാർലമെന്റ് ഹൗസ് ഫോർ എ ഗവൺമെന്റ്, അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് കേന്ദ്ര നിയമസഭയിൽ ശ്രദ്ധിക്കണം 1919 എന്താണ് കൊണ്ടുവരുന്നത് കേന്ദ്ര നിയമസഭയിലാണ്. ഇത് പൊളിറ്റിയാണ് കേട്ടോ ശരിക്കും വരുന്നത്. നിങ്ങൾക്ക് എന്താണ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കാണുന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാണ് ബൈക്യാമറലിസം എവിടെയാണ് വരുന്നത് സെൻട്രലിലാണ്, പ്രോവിൻസുകളിലല്ല. അപ്പൊ പ്രധാനമായിട്ട് ഈ ഒരു സമയത്ത് ആരൊക്കെയാണ് ഉള്ളത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളും ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റുകളും ഉണ്ട് അല്ലെ. അപ്പൊ ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ് അന്നത്തെ എന്താണ് കേന്ദ്ര നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഈ ബൈക്യാമറലിസം 1919 ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ് സെൻട്രലിലാണ് കേന്ദ്രത്തിലാണ്. അത് പ്രോവിൻസുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതിനുശേഷം വരുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് എന്ത് ചെയ്യുന്നത് പ്രോവിൻസുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 19 നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര നിയമസഭയാണ് എന്ത് ചെയ്യുന്നത് ദ്വിമണ്ഡല സഭയാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര നിയമസഭയിലാണ് ബൈക്യാമറലിസം എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. ഇനി എന്താണ് അതുപോലെ തന്നെ നമുക്കിപ്പോ അറിയാലോ ഇപ്പൊ എന്താണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ലിസ്റ്റുകൾ ഉണ്ടല്ലേ. പവർ എന്ത് ചെയ്യും നമ്മൾ എന്താണ് മാറ്റി കൊടുക്കുകയാണല്ലേ. സ്റ്റേറ്റിനോട് പറയാം നിങ്ങൾ ഇത്ര വിഷയത്തിൽ എന്ത് ചെയ്യണം നിയമങ്ങൾ ഉണ്ടാക്കിക്കോ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് യൂണിയനും സ്റ്റേറ്റിനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അവരുടെ അധികാര പരിധി എന്ത് ചെയ്യുന്നുണ്ട് നിശ്ചയിക്കുന്നുണ്ട്. അതുപോലെ
ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, കേന്ദ്ര പ്രവിശ്യ വിഷയങ്ങളുടെ വർഗീകരണത്തിന് എന്ത് ചെയ്യാണ്, വ്യവസ്ഥ ചെയ്ത ഒരു നിയമമാണ് എന്ത്, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി അതിലെ പ്രവിശ്യ വിഷയങ്ങളെ, അതിലെന്താണ്, പ്രോവിൻസുകൾക്ക് കിട്ടിയ സബ്ജക്റ്റുകളെ എഗെയിൻ എന്തായി 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. റിസർവ് ഗ്രൂപ്പുകളെന്നും റിസർവ് ലിസ്റ്റുകളെന്നും അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ലിസ്റ്റുകളെന്നും. അപ്പൊ പ്രോവിൻസുകൾ അല്ലെ, പ്രൊവിൻഷ്യൽ സബ്ജക്റ്റുകളെ എന്ത് ചെയ്യാണ്, 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ 2 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്? റിസർവ് ലിസ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് ലിസ്റ്റും. അപ്പൊ എന്താണ് ഈ റിസർവ് ലിസ്റ്റ് എന്ന് പറയുന്നത്? ഈ റിസർവ് ലിസ്റ്റുകളിൽ എന്താണ്, നിയമം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരം എന്താണ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ഇരുന്നു. ഈ ട്രാൻസ്ഫേർഡ് ലിസ്റ്റുകളിലാണ് പ്രധാനമായിട്ടും നിയമം നിർമ്മിക്കാനോ അത് ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശം ഇന്ത്യക്കാർക്ക് കിട്ടിയത് ട്രാൻസ്ഫേർഡ് ലിസ്റ്റുകളിൽ മാത്രമായിരുന്നു. പ്രൊവിൻഷ്യൽ സബ്ജക്റ്റുകളെ എഗെയിൻ എന്താണ് 2 ലിസ്റ്റുകളായിട്ട് തിരിച്ചു. റിസർവ് ലിസ്റ്റ് എന്നും ട്രാൻസ്ഫേർഡ് ലിസ്റ്റ് എന്നും 2ആയിട്ട് തിരിച്ചു. അതിൽ ഈ റിസർവ് ലിസ്റ്റുകളിലുള്ള സബ്ജക്റ്റുകൾ, അതാണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെല്ലാം ഈ റിസർവ് ലിസ്റ്റുകളിലാണ് വരുന്നത്. ഇപ്പൊ റവന്യൂ, അതുപോലെ തന്നെ എന്താണ് ടാക്സ് കളക്ഷൻ, റവന്യൂ, അതുപോലെ തന്നെ പോലീസ്, അതുപോലെ തന്നെ എന്താണ് വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോ ആൻഡ് ഓർഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെല്ലാം എന്താണ് റിസർവ് ലിസ്റ്റുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഭരണവും ഹാൻഡിലിങ്ങും എന്ത് ചെയ്തു, അപ്പോഴും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെ ഇരുന്നു. ട്രാൻസ്ഫേർഡ് ലിസ്റ്റിൽ എന്താണ് ആർക്കും വേണ്ടാത്ത ഇറിഗേഷനും അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ട്രാൻസ്ഫേർഡ് ലിസ്റ്റിൽ വന്നത്. അതെന്ത് ചെയ്തു, ഇന്ത്യക്കാർക്ക് നിയമനിർമ്മാണം നടത്താനും എന്ത് ചെയ്തു, നൽകി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളെ കൊണ്ട് സ്വയം ഭരണം തരാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ഭരണവും അല്ലെങ്കിൽ ഭരണം പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് തന്നത് എന്താണ്, വളരെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് അവർ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ ഇത് എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യൻസിന്റെ ഇടയിൽ അല്ലെങ്കിൽ INC-യിലുള്ള നേതാക്കൾക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വല്ലാത്ത ഒരു റിസെന്റ്മെന്റ് സൃഷ്ടിച്ചു. അപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പൊ നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിലേക്ക് ഇന്ത്യയെ നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്തായിരുന്നു? മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ സ്വയംഭരണ അവകാശം തരാം എന്ന് പറഞ്ഞ മൊണ്ടേഗു ഡിക്ലറേഷന് ശേഷം വന്ന പ്രധാനപ്പെട്ട നിയമം അല്ലെ, ഒരു ആക്ട് ആയിരുന്നു മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. എന്നാ പറഞ്ഞതുപോലെ എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയില്ല അല്ലെ. ഇനി അവിടെ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ്. 1920 എന്ത് ചെയ്യുന്നത്, ആ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഒരു സമയത്താണ്. ഇനി ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 5 പ്രാവശ്യമാണ് എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടായിരുന്നത്. 1920 നടന്നു, 23 നടന്നു, 26 നടന്നു, 1930 നടന്നു, 34 നടന്നു. 34 ശേഷം പിന്നെ 37 നടക്കുന്നത്. അപ്പൊ എന്തായി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആയിട്ട് അത് മാറി. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? കേന്ദ്ര നിയമനിർമ്മാണ സഭയെ ബൈക്യാമറലിസം കൊണ്ടുവന്ന് അല്ലെ, ദ്വിമണ്ഡല സഭയാക്കി മാറ്റി. പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ വേണ്ടി ശുപാർശ നൽകി. അതുപോലെ തന്നെ കേന്ദ്ര പ്രോവിൻസുകളിൽ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ആയിട്ട് പവേഴ്സ് കൊടുത്തു. ഇനി പ്രോവിൻസുകളിലെ ഇത്തരം സബ്ജക്റ്റുകളെ 2 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഏതൊക്കെയാണ്? റിസർവ് ലിസ്റ്റുകളെന്നും ട്രാൻസ്ഫേർഡ് ലിസ്റ്റുകളെന്നും 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഈ റിസർവ് ലിസ്റ്റിൽ ഭരണം നടത്താൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ ആർക്ക് മാത്രമേ അധികാരം ഉണ്ടായിരുന്നുള്ളൂ? ബ്രിട്ടീഷുകാർക്ക് മാത്രമേ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ട്രാൻസ്ഫേർഡ് ലിസ്റ്റിലായിരുന്നു ഇന്ത്യക്കാർക്ക് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഉണ്ടായിരുന്നത്. ഇനി പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളായിട്ടുള്ള റവന്യൂ ആയിക്കോട്ടെ, ലോ ആൻഡ് ഓർഡർ ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിസർവ് ലിസ്റ്റുകളിലാണ് ഉണ്ടായിരുന്നത്. ട്രാൻസ്ഫേർഡ് ലിസ്റ്റ് എന്തൊക്കെയായിരുന്നു? ഇറിഗേഷൻ, അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള പ്രാധാന്യം കുറഞ്ഞ വിഷയങ്ങളുമായിരുന്നു എന്ത് ചെയ്തത്, ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇനി ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ 19 ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
സ്ത്രീകൾക്ക് വോട്ടവകാശം പാർഷ്യൽ ആയിട്ടെങ്കിലും ഒരു പരിധി വരെ വോട്ടവകാശം കൊടുത്ത ഒരു നിയമം കൂടിയായിരുന്നു 1919 എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പാർഷ്യൽ ആയിട്ടെങ്കിലും വോട്ടവകാശം എന്താണ് ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല. സ്ത്രീകൾക്ക് വോട്ടവകാശം എന്നുള്ള കാര്യം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല, ഇംപ്ലിസിറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളുടെ വോട്ടവകാശത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ ആയിരുന്നു ഈ നമ്മളെന്താണ് ഈ ഒരു 1919 ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം 10 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ ഇതിന്റെ ഇതിന്റെ പോക്ക് അല്ലെങ്കിൽ ഈ നിയമം കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായി എന്ന് പഠിക്കാൻ വേണ്ടി നിയമിക്കണം എന്നുകൂടി ഒരു പ്രൊവിഷൻ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രൊവിഷന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന കമ്മീഷൻ ഏതായിരുന്നു? പറയുന്നില്ല ആരും ഇല്ല, എല്ലാരും പോയോ? 1919 എന്തായിരുന്നു നമ്മുടെ 10 വർഷങ്ങൾക്ക് ശേഷം ഈ നിയമത്തെ പറ്റി പഠിക്കാൻ ഇത് നൽകിയ കാര്യങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ത് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 9 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്മീഷൻ വരുന്നുണ്ട്. ഏതായിരുന്നു? സൈമൺ കമ്മീഷൻ. കേട്ടിട്ടുണ്ടോ? സൈമൺ കമ്മീഷൻ കേട്ടിട്ടുണ്ടോ? സൈമൺ കമ്മീഷൻ 1928 നിലവിൽ 1928 നിലവിൽ വന്ന സാൻഡേഴ്സ് കമ്മീഷൻ അല്ല, സൈമൺ കമ്മീഷൻ നിലവിൽ വന്നത് ഈ ഒരു നമ്മുടെ 1919 ഈ നിയമത്തിലെ ഈ ഒരു പ്രൊവിഷനുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൈമൺ കമ്മീഷൻ 1928 എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഓക്കെ, സൈമൺ കമ്മീഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? 1919 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോടാ? ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ്. എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര നിയമസഭയെ ദ്വിമണ്ഡല സഭയാക്കി. ബൈക്യാമറലിസം എന്ത് ചെയ്തു, സെൻട്രലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നു. അതുപോലെ സബ്ജക്റ്റുകളിൽ കേന്ദ്ര പ്രവിശ്യ സബ്ജക്റ്റുകളിൽ എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, 2 സബ്ജക്റ്റുകളായിട്ട് മാറ്റി. ഇതിൽ പ്രവിശ്യ വിഷയങ്ങളെ റിസർവ് ലിസ്റ്റും ട്രാൻസ്ഫേർഡ് ലിസ്റ്റുമാക്കി മാറ്റി. അതിനുശേഷം സ്ത്രീകളുടെ വോട്ടവകാശത്തെ പറ്റി ഇംപ്ലിസിറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തു. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷം ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരേണ്ടത്? നമ്മുടെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും ക്ലിയർ അല്ലേ? റിസർവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോ ഈ യൂണിയൻ ലിസ്റ്റ് ഫെഡറൽ ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റേറ്റ് ലിസ്റ്റ്, അതിനകത്ത് ഈ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് പ്രവിശ്യ വിഷയങ്ങൾ അല്ലെങ്കിൽ
പ്രൊവിൻഷ്യൽ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് ചെയ്യണം, 2 ഗ്രൂപ്പുകളാക്കി അവർ തിരിച്ചു. ഈ സ്റ്റേറ്റ് ലിസ്റ്റിനെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. അതിനെന്ത് 2 പേര് കൊടുത്തു, റിസർവ് ലിസ്റ്റ് എന്നും ട്രാൻസ്ഫേർഡ് ലിസ്റ്റ് എന്നും കൊടുത്തു. ഈ റിസർവ് ലിസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഇതിനകത്താണ് എന്ത്, റവന്യൂ, ടാക്സിന്റെ കളക്ഷൻ, അതുപോലെ തന്നെ പോലീസ്, ലോ ആൻഡ് ഓർഡർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്നത് ഈ റിസർവ് ലിസ്റ്റ് ആണ്. ഈ റിസർവ് ലിസ്റ്റിലുള്ള വിഷയങ്ങൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാം, അവർക്ക് മാത്രം നിയമങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അവർ റിസർവ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അതിനെ റിസർവ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നീതു? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്ന 28-ലാണ് കേട്ടോ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്ന 28-ആണ്, അതുകൊണ്ടാണ് 28 എന്ന് പറഞ്ഞത്. ഓക്കെ അപ്പൊ ഇതിന് പ്രകാരം നമ്മുടെ മൊണ്ടാഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ബാക്കി നോക്കാൻ എന്താണ്, എങ്ങനെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ നാൾ വഴികളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇപ്പൊ ഗാന്ധിജി എന്നാലൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജി വിചാരിച്ചത് ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവര് വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ അപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു, ഗാന്ധിജിയുടെ മനസ്സിൽ ശരിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് നശിക്കുന്നത് അതിന്റെ കണികകൾ പോലും കാണാത്ത രീതിയിൽ അത് ഗാന്ധിജിയുടെ മനസ്സിൽ നശിച്ചു പോകുന്നത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതിന് വിത്ത് പാകിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു യുദ്ധത്തിൽ ഒരു രാജ്യം പങ്കെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ ചെയ്യും, ആ രാജ്യത്തെ ബാധിക്കും. അങ്ങനെ ഇന്ത്യയെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഇൻഫ്ലേഷൻ അല്ലെ വിലക്കയറ്റം ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെയും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ലൈഫിനെയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു എക്കണോമിക് സിറ്റുവേഷൻ ബാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിയമം ഉത്തരവാദിത്ത ഭരണവും കാത്തിരുന്ന ഇന്ത്യക്ക് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു അടിയായിരുന്നു റൗലറ്റ് ആക്ട് അല്ലെ. റൗലറ്റ് എന്ന് പറയുന്ന ഒരു കരിനിയമം, അതുമായി ബന്ധപ്പെട്ട് നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി അത് അന്വേഷിക്കാൻ വന്ന ഹണ്ടർ കമ്മിറ്റിയോ ഈ പഞ്ചാബിൽ നടന്നിട്ടുള്ള എല്ലാ അട്രോസിറ്റീസിനെ വൈറ്റ് വാഷ് ചെയ്ത് അതുപോലെ തന്നെ ജനറൽ ഡയറിനെ കുറ്റവിമുക്തനും കൂടെ ആക്കിയ ഒരു കമ്മിറ്റിയാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നത്. ഇനി ഇതെല്ലാം പോട്ടെന്ന് വെച്ചാൽ അന്ന് ബ്രിട്ടീഷില് പബ്ലിക് ആയിട്ട് ഒരു ഫണ്ട് റൈസിങ് നടന്നു. എന്തിനാണ്? ഈ ജനറൽ ഡയർ ചെയ്ത കാര്യങ്ങൾക്ക് അവരുടെ സോളിഡാരിറ്റി, അവരുടെ ഐക്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഫണ്ട് കളക്ഷൻ നടക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 30,000-ഓളം പൗണ്ട് സംഭരിച്ചിട്ട് ജനറൽ ഡയറിന് കൊടുക്കുന്ന ഒരു സംഭവം ഈ ഹണ്ടർ കമ്മിറ്റിക്ക് ശേഷം അത് ബ്രിട്ടനിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് അല്ലെ. ഇനിയിപ്പോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് മൊണ്ടാഗു ചെംസ്ഫോർഡ് റിഫോംസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടും എന്നല്ലെങ്കിൽ നമ്മൾ സ്വയംഭരണ അവകാശം ഇന്ത്യക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യയിലേക്ക് അവര് കുറച്ച് മറ്റേ കുറച്ച് സൈഡിലുള്ള കുറച്ച് അപ്പകഷ്ണത്തിന്റെ പീസ് മാത്രം ഇട്ട് കൊടുത്തല്ലേ. അതുകൊണ്ട് സ്വയംഭരണ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് കുറെ അഗ്രികൾച്ചറിലും ഇറിഗേഷനിലും ഒക്കെ നിങ്ങൾ ലോസ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംതൃപ്തരാകുമോ? അതുകൊണ്ടും ചെയ്തിട്ടില്ല, ഇന്ത്യക്കാരെ ചെയ്യാൻ പറ്റിയില്ല, സംതൃപ്തരാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് പറ്റിയില്ല. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്നപ്പോ ഇനി ഇങ്ങനെ ഇരുന്നാൽ നടക്കില്ല എന്നൊരു കാര്യം ഗാന്ധിജിക്ക് ബോധ്യമാവുകയും അങ്ങനെ ചെയ്യാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഖിലാഫത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ചെയ്യാണ്, ചിന്തിക്കുകയാണ്. അങ്ങനെ 1920 ജൂണിൽ ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് അതുവരെ നിലവിലുണ്ടായിരുന്ന എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് അലഹാബാദിൽ. അലഹാബാദ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലേ, അലഹാബാദ് എന്ന് പറയുന്നത് യുപിയിലുള്ള അലഹാബാദിൽ വെച്ചിട്ട് ഓൾ പാർട്ടി കോൺഫറൻസ് വരുന്നു. ആ കോൺഫറൻസിൽ വെച്ചിട്ട് സ്കൂളുകൾ ബോയ്ക്കോട്ട് ചെയ്യാനും കോളേജുകൾ ബോയ്ക്കോട്ട് ചെയ്യാനും കോർട്ടുകൾ ബോയ്ക്കോട്ട് ചെയ്യാനും ഒക്കെ
ഗാന്ധിജി എന്ത് ചെയ്യാണ് ആവശ്യപ്പെടുകയും ഗാന്ധിജി എന്ത് ചെയ്യണം അതിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും എന്ത് ചെയ്യാണ്. അങ്ങനെ ജൂണിൽ എന്ത് ചെയ്തു ആവശ്യപ്പെട്ടു. അതിനുശേഷം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് 1-നാണ് എന്ത് ചെയ്തത്, ഓഗസ്റ്റ് 1-ന് ഇങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്താണ് അന്നത്തെ വളരെ ബഹുമാന്യനായിട്ടുള്ള ഒരു നേതാവ്, നമ്മുടെ തീവ്രവാദി ഗ്രൂപ്പിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മരണമടയുന്നത്. ആരാണ് അദ്ദേഹം? നമ്മുടെ ബാലഗംഗാധര തിലക് അല്ലെ. ബാലഗംഗാധര തിലക് എന്ത് ചെയ്യാണ് ഓഗസ്റ്റ് 1, ബാലഗംഗാധര തിലക് ഓഗസ്റ്റ് 1 എന്ത് ചെയ്യാണ് 1920 മരണമടയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മരണമടഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ് ഒരു ഒരു ഫണ്ട് അല്ലെ, തിലക് സ്വരാജ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തിലക് സ്വരാജ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപീകരിക്കുന്നു. ഒരു ഫണ്ട് എന്ത് ചെയ്യുന്നു 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കും. അതിന് ഏകദേശം 1 കോടിയോളം രൂപ, ഈ തിലക് സ്വരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 കോടിയോളം രൂപ എന്ത് ചെയ്യുന്നുണ്ട് ഫണ്ട് സമാഹരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം നടന്നുകൊണ്ടിരുന്നപ്പോ മരിച്ചുപോയ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു? അപ്പോ നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച ദിവസം ആരംഭിക്കാനിരുന്ന ദിവസം മരണപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദേശീയ നേതാവ് ആരായിരുന്നു? നമ്മുടെ ബാലഗംഗാധര തിലകായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നിസ്സഹകരണ പ്രസ്ഥാനവുമായി ചേർത്തുകൊണ്ട് തന്നെ ഒരു തിലക് സ്വരാജ് ഫണ്ട് എന്ത് ചെയ്യുന്നു രൂപീകരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാണ് ഏകദേശം 1 കോടിയോളം രൂപ ഇവിടെ സമാഹരിക്കപ്പെടുകയും എന്ത് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ നിസ്സഹകരണ പ്രസ്ഥാനം നമുക്ക് അറിയാലേ, ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട മാസ് മൂവ്മെന്റ് ആണ് ഇത് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഈ ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് ഇത് ചേർന്ന് പ്രവർത്തിക്കുന്നതിനോട് എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, നമ്മുടെ കോൺഗ്രസിനകത്ത് തന്നെ INC-യിലെ എല്ലാ ആൾക്കാർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് അല്ല ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു തിലക്. അപ്പൊ തിലക് വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഖിലാഫത്ത് മൂവ്മെന്റുമായി ചേർന്ന് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യും ഒരു റിലീജിയസ് മൂവ്മെന്റിന്റെ ഒരു ഷെയ്ഡ് വരും എന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തേക്ക് ഏകദേശം 1920 കാലഘട്ടങ്ങളിലേക്ക് ആയപ്പോഴേക്കും ഗാന്ധിജി ഇന്ത്യയിലെ ഏറ്റവും ബഹുമാന്യനായ അല്ലെങ്കിൽ ആൾക്കാർക്ക് അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു നേതാവായി വളർന്നു വന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് എന്ത് ചെയ്യാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കുകയും അവരെന്ത് ചെയ്യാണ് ഒരുമിച്ച് പ്രവർത്തനം നടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ് 1920 സെപ്റ്റംബറിൽ എന്ത് ചെയ്യാണ് കൽക്കട്ടയിൽ വെച്ചിട്ട്, സാധാരണഗതിയിൽ ഡിസംബറിലാണ് കോൺഗ്രസിന്റെ ആനുവൽ സെഷൻസ് നടക്കുന്നത് അല്ലെ, എന്നാൽ സെപ്റ്റംബറിൽ എന്ത് ചെയ്യാണ് കൽക്കട്ടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ് ഒരു സ്പെഷ്യൽ സെഷൻ കൂടുകയും അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പൊ എന്തായിരുന്നു ഈ നാൾവഴികൾ എന്ന് പറയുന്നത്? ഏകദേശം 1920 ജൂണിൽ എന്ത് ചെയ്യാണ് അലഹാബാദിൽ വെച്ചൊരു ഓൾ പാർട്ടി കോൺഫറൻസ് എന്ത് ചെയ്യാണ് കൂടുകയും ഓഗസ്റ്റിൽ എന്ത് ചെയ്യാൻ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവിച്ചത് തിലകിന്റെ മരണം എന്ത് ചെയ്യാണ് അത് കുറച്ചും കൂടെ ഡിലേ ആക്കുകയും അതിനുശേഷം സെപ്റ്റംബർ 1920 എന്ത് ചെയ്യാണ് കൽക്കട്ടയിൽ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സെഷൻ കൂടുകയാണ്. ആരായിരുന്നു അതിന്റെ പ്രസിഡന്റ്? കൽക്കട്ടയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സെഷന്റെ കൽക്കട്ടയിൽ വെച്ച കോൺഗ്രസ് നടന്ന സ്പെഷ്യൽ സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നിസ്സഹകരണ പ്രസ്ഥാനം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലാലാ ലജ്പത് റായ് ആയിരുന്നു ഈ കൽക്കട്ട 1920 സെപ്റ്റംബറിൽ നടന്ന കൽക്കട്ട സെഷനിലെ എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് INC-യുടെ പ്രസിഡന്റ് ആയിട്ട് വന്നത് അദ്ദേഹമായിരുന്നു. ഇനി അവിടെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും എടുത്ത തീരുമാനങ്ങൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ സെപ്റ്റംബറിൽ നടന്ന സെഷനിലെ പ്രധാനമായിട്ട് തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗവൺമെന്റ് സ്കൂളുകളും കോളേജുകളും എന്ത് ചെയ്യുക ബോയ്ക്കോട്ട് ചെയ്യുക. ഗവൺമെന്റ് സ്കൂളുകളും കോളേജുകളും ബോയ്ക്കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ കോർട്ടുകൾ എന്ത് ചെയ്യുക കോടതികൾ എന്ത് ചെയ്യുക ബോയ്ക്കോട്ട് ചെയ്യുക. അതിന് പകരം എന്ത് ചെയ്യുക നമ്മുടെ പഞ്ചായത്തുകളിൽ ഇവരെ ഗ്രാമപഞ്ചായത്തുകളിൽ മറ്റേ തലവന്മാരെ കൂടിയിരുന്നിട്ട് കേസുകൾ തീർപ്പാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക
കേസുകൾ തീർപ്പാക്കുക. മൂന്നാമത്തെ എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ. ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? 20 ഇലക്ഷൻ നടക്കുകയാണല്ലേ, അപ്പൊ ഇലക്ഷൻ എന്ത് ചെയ്യുക? ബോയ്ക്കോട്ട് ചെയ്യുക. അപ്പൊ എന്താണ്? ഈ നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇന്ത്യക്കാർ എന്ത് ചെയ്യുക? രാജിവെച്ച് മാറുക. പക്ഷെ അതെന്താണ്? എല്ലാവരും അത് പോസിറ്റീവായിട്ടല്ല എടുത്തത്, കുറെ ആൾക്കാർ അത് നെഗറ്റീവുമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്തായിരുന്നു? ഫോറിൻ ക്ലോത്തുകൾ അല്ലെ, അന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്താണ്? പവർ ലൂംസിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്ലോത്തുകൾ അല്ലെ, അതിനെ എന്ത് ചെയ്യുക? ഉപയോഗിക്കാതിരിക്കുക, ഫോറിൻ ക്ലോത്തുകൾ ഉപയോഗിക്കാതിരിക്കുക. ഖാദിയെ പ്രൊമോട്ട് ചെയ്യുക. ഖാദിയെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഖാദിയെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് അല്ലെ, ഈ ആൾക്കാർ എന്ത് ചെയ്യും? ഫോറിൻ ക്ലോത്തുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്താണ്? ഈ ബ്രിട്ടീഷ് പദവികൾ ഉണ്ടല്ലോ, ഓണേഴ്സ് ഉണ്ടല്ലോ, ഈ സർ പദവി, നൈറ്റ്ഹുഡ്, അങ്ങനെയുള്ള പദവികൾ ഉണ്ടല്ലോ, അതെല്ലാം റിനൗൺസ് ചെയ്യുക. അങ്ങനെ കിട്ടിയിട്ടുള്ളവരെല്ലാം എന്ത് ചെയ്യുക? റിനൗൺസ് ചെയ്യുക. ഇത്രയാണ് പ്രധാനമായിട്ടും സെപ്റ്റംബർ 1920 നടന്നിട്ടുള്ള കൽക്കട്ട സെക്ഷനിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഗവൺമെന്റ് സ്കൂളുകളും കോളേജുകളും എന്ത് ചെയ്യുക? ബോയ്ക്കോട്ട് ചെയ്യുക. കോടതികളിൽ ബോയ്ക്കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ബോയ്ക്കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫോറിൻ ക്ലോത്തുകൾ ഉപയോഗിക്കാതിരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പദവികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റിനൗൺസ് ചെയ്യുക. ഇത്രയൊക്കെയാണ് എന്തായാലും പ്രധാനപ്പെട്ട നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിൽ എന്ത് ചെയ്തത്? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ടാക്സ് അടയ്ക്കാതിരിക്കുക. പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മദ്യത്തിന്റെ ഉപയോഗം വർജിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്തത്? നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് നമ്മൾ കോൺഗ്രസിന്റെ ഒരു ഫോർമൽ സെക്ഷനിൽ ഇത് അംഗീകരിക്കപ്പെടുന്ന എപ്പോഴാണ്? കോൺഗ്രസിന്റെ ഒരു ഫോർമൽ സെക്ഷനിൽ എന്താണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അംഗീകരിക്കപ്പെടുന്ന എപ്പോഴാണ്? 1920 ഡിസംബറിൽ നടന്നിട്ടുള്ള നാഗ്പൂർ സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഒഫീഷ്യലി എന്ത് ചെയ്യുന്നത്? കോൺഗ്രസ് അംഗീകരിക്കുന്ന 1920 ഡിസംബറിൽ നടന്ന നാഗ്പൂർ സെക്ഷനിലായിരുന്നു. ആരായിരുന്നു പ്രസിഡന്റ്? 1920 കൽക്കട്ട സെക്ഷനിൽ ലാലാ ലജ്പത് റായി ആയിരുന്നു. 1920 നാഗ്പൂർ സെക്ഷൻ ഡിസംബറിൽ നടന്ന നാഗ്പൂർ സെക്ഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? യെസ്, എന്താചാരി? ആചാര്യാണ്. എന്താചാരി? സി വിജയരാഘവാചാരി. യെസ്, സി വിജയരാഘവാചാരി എന്ന പേരുള്ള എന്തായാലും ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. 1920 നാഗ്പൂർ സെക്ഷൻ, ഡിസംബറിലെ നാഗ്പൂർ സെക്ഷനിലെ എന്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നു സി വിജയരാഘവാചാരി. ആയിരുന്നു 1920 നാഗ്പൂർ സെക്ഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഈ നാഗ്പൂർ സെക്ഷനിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നു? ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് കൂടാതെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടെ നടന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഈ നാഗ്പൂർ സെക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. നമുക്ക് ഇപ്പോഴും അറിയാലോ, ഇപ്പോഴും കോൺഗ്രസിന്റെ എന്താണ് സംഘടനാ തലത്തിൽ എന്താണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റികളുണ്ട്. അങ്ങനെ ഒരു 15 മെമ്പേഴ്സ് ഉള്ള 15 അംഗ ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമായി. അത് ഒന്നാമത്തെ കാര്യം. 1920 ഡിസംബറിലുള്ള നാഗ്പൂർ സെക്ഷനിലുള്ള എന്താണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്, കോൺഗ്രസിനുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. ഒന്നാമത്തത്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ഈ നാഗ്പൂർ സെക്ഷനിലായിരുന്നു. രണ്ടാമത്തെ മാറ്റം എന്തായിരുന്നു? രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം ഈ എന്താണ്? ലിംഗ്വിസ്റ്റിക് അല്ലെ, ഭാഷാ അടിസ്ഥാനത്തിൽ എന്താണ് പ്രാദേശിക കോൺഗ്രസ് എന്താണ് കമ്മിറ്റികൾ രൂപീകരിക്കാനും തീരുമാനം. ലിംഗ്വിസ്റ്റിക് ബേസിസിൽ അല്ലെ, ഭാഷാ അടിസ്ഥാനത്തിൽ എന്താണ് കോൺഗ്രസിന് പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കാനും എന്ത് ചെയ്യുന്നത് തീരുമാനമായ സെക്ഷനാണ് 1920 ഡിസംബറിലെ നാഗ്പൂർ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇല്ലേ, KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത്, കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അങ്ങനെ എന്താണ് ലിംഗ്വിസ്റ്റിക് അല്ലെ, ഭാഷാ അടിസ്ഥാനത്തിൽ എന്താണ് ഓരോ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനും എന്ത് ചെയ്യുന്നത് തീരുമാനം. അങ്ങനെ ഭാഷാ അടിസ്ഥാനത്തിൽ എന്താണ് ആദ്യമായിട്ട് എന്ത് ചെയ്യാണ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ എടുത്ത തീരുമാനം എന്ത് തന്നെയാണ്? ഈ 1920 നാഗ്പൂർ സെക്ഷനാണ്.
അതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, നമ്മൾ എന്താണ് ഇപ്പൊ പറയുന്ന KPCC ഒക്കെ എന്താണ് രൂപം കൊള്ളുന്നത് ഈ ഒരു തീരുമാനത്തിന്റെ ബേസിസിലാണ്, ഈ ഒരു തീരുമാനത്തിന്റെ ബേസിസിലാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനിയിപ്പോ നമ്മൾ എന്താണ് സർക്കാർ സ്കൂളുകളാണ് എന്ത് ചെയ്യുന്നത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ബോയ്ക്കോട്ട് ചെയ്യാനാണല്ലേ പറഞ്ഞത്. പക്ഷെ കുട്ടികളടുത്ത് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് നാഷണൽ സ്കൂളുകൾ എന്ത് ചെയ്തു അക്കാലത്തിൽ വളരെ വൈഡായിട്ട് എന്ത് ചെയ്തു ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായ പ്രധാനപ്പെട്ട കോളേജുകളാണ് ഇത് ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ് അല്ലേ, ജാമിയ മിലിയ, അതുപോലെ തന്നെ കാശി, ഗുജറാത്ത് വിദ്യാപീഠങ്ങളൊക്കെ പ്രധാനമായിട്ട് രൂപം കൊള്ളുന്ന എവിടെയാണ് ഈ ഒരു സമയത്താണ്. ഈ ഒരു നോൺ കോർപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠങ്ങളൊക്കെ പ്രധാനമായിട്ടും രൂപം കൊള്ളുന്നത് ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് കോർട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ് നമ്മൾ കോടതികളിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ പ്രാക്ടീസ് എന്ത് ചെയ്തു ഒരുപാട് വക്കീലന്മാരെ നമുക്കറിയാം INC ഒത്തിരി അധികം എന്താണ് അഡ്വക്കേറ്റുമാര് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു, ഇങ്ങനെ എന്താണ് അഡ്വക്കേറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇവരെല്ലാരും എന്ത് ചെയ്തു നമ്മുടെ പ്രാക്ടീസ് എന്ത് ചെയ്തു നിർത്തി. അതുപോലെ തന്നെ എന്ത് ചെയ്തു 1920 നടന്ന ഇലക്ഷൻ എന്ത് ചെയ്തു 1920 നടന്ന ഇലക്ഷൻ എന്ത് ചെയ്തു കോൺഗ്രസ് എന്ത് ചെയ്തു ബഹിഷ്കരിച്ചു. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു CR ദാസ്, മോത്തിലാൽ നെഹ്റു, MR ജയ്ക്കർ, വല്ലഭായ് പട്ടേൽ തുടങ്ങിയ അഭിഭാഷകർ എന്ത് ചെയ്തു കോടതിയിലെ പ്രാക്ടീസ് ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ 1920 നടന്ന ഇലക്ഷനിൽ എന്ത് ചെയ്തു കോൺഗ്രസ് ബഹിഷ്കരിച്ചു. 1920 നടന്ന ഇലക്ഷൻസ് കോൺഗ്രസ് എന്ത് ചെയ്തു ബഹിഷ്കരിച്ചു. അതുപോലെ തന്നെ മദ്യത്തിനെതിരെ എന്ത് ചെയ്തു ഉപരോധങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട എന്ത് ചെയ്തത് ഇഫക്റ്റുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. അപ്പൊ എന്ത് ചെയ്തു ഒരുപാട് നാഷണൽ സ്കൂളുകൾ തുടങ്ങിയ സമയമായിരുന്നു നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. അതുപോലെ തന്നെ ഖാദി ഒരുപാട് പ്രചരിക്കപ്പെട്ട സമയമായിരുന്നു. അതുപോലെ തന്നെ എന്താണ് കോടതികൾ എന്ത് ചെയ്തു കോടതികളിൽ നിന്ന് എന്ത് ചെയ്തു അഭിഭാഷകർ പോലും വിട്ടുനിന്ന ഒരു സമയം കൂടിയായിരുന്നു എന്ത് ചെയ്തത് നമ്മുടെ ഈ ഒരു നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നടന്ന പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് നമുക്കറിയാം ഇതിന്റെ സ്പ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ പട്ടണങ്ങളിൽ നിന്നും ഒരു എലൈറ്റ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് കാണും അല്ലെ. ഈ മിഡിൽ ക്ലാസ് എന്താണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് അത്രയധികം പങ്കെടുത്ത ആൾക്കാരല്ല. പക്ഷെ സ്ത്രീകളുടെ, അതുപോലെ തന്നെ എന്താണ് വിദ്യാർത്ഥികളുടെ, അതുപോലെ തന്നെ എന്താണ് പെസൻസിന്റെ, കർഷകരുടെ ഒക്കെ എന്താണ് പങ്കാളിത്തം കൊണ്ട് വളരെയധികം വിജയമായിരുന്ന സംഘാടനമായിരുന്നു നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന് ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസിന്റെ ഒരു എലൈറ്റ് മിഡിൽ ക്ലാസിന്റെ ഒരു പങ്കാളിത്തം അത്ര കണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കർഷകരുടെ പങ്കാളിത്തം കൊണ്ടും സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടും മുസ്ലിങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ഒക്കെ എന്തായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് മുമ്പൊക്കെ എന്താണ് ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് നിയമങ്ങൾ ഒരിക്കലും ലംഘിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അദ്ദേഹം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് എന്ത് ചെയ്യണം സമരം ചെയ്യണം അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ നയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. ആ ഒരു മൂവ്മെന്റിൽ നിന്ന് മാറി ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത് ഗാന്ധി നടത്തുന്ന ആദ്യത്തെ സമരം കൂടിയാണ് ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലോഫുൾ അല്ലാത്ത ഒരു സ്ട്രഗിളിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു കുറച്ച് ആൾക്കാര് നമ്മുടെ INCയിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു ആനി ബസന്റ്, അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്ന, അതുപോലെ തന്നെ GS ഖർപാണ്ഡെ, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാൽ, ഇങ്ങനെയുള്ള കുറച്ച് നേതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടും ലോഫുള്ളും ആയിട്ടുള്ള ഒരു സ്ട്രഗിളിൽ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ INCയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രഗിൾ എന്ന് പറയുമ്പോഴേ ഉദ്ദേശിക്കുന്നത് മറ്റേ വയലന്റ് ആയിട്ടുള്ള അക്രമങ്ങളൊന്നുമല്ല. അവരെന്താണ് ഇപ്പൊ ഈ നികുതി അടയ്ക്കേണ്ട എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ ടാക്സ് അടയ്ക്കരുത് എന്നൊക്കെ പറയുന്നത് എന്താണ് അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടും ലോഫുള്ളും ആയിട്ടും സമരം ചെയ്യുന്ന രീതിയല്ലല്ലോ. അതൊരു ലോക്ക് അതീതമായിട്ട് നിൽക്കുക എന്നുള്ളതല്ലേ. അപ്പൊ അതിനെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുഹമ്മദ് അലി ജിന്നയ്ക്കോ ആനി ബസന്റിനോ ഒന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ അവരെന്ത് ചെയ്യാണ് കോൺഗ്രസ് വിട്ട്
പുറത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു പാർട്ടി പോലെ തുടങ്ങുന്നുണ്ട്. സുരേന്ദ്രനാഥ് ബാനർജി നമുക്കറിയാല്ലേ, എന്താണ് ഇന്ത്യൻ അസോസിയേഷന്റെ ഒക്കെ പിതാവായിട്ടുള്ള സുരേന്ദ്രനാഥ് ബാനർജി എന്ത് ചെയ്യുകയാണ്, ഒരു പുതിയ പാർട്ടി തുടങ്ങുകയാണ്, ഇന്ത്യൻ നാഷണൽ ലിബറൽ ഫെഡറേഷൻ. ഇന്ത്യൻ നാഷണൽ ലിബറൽ ഫെഡറേഷൻ എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം തുടങ്ങുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ ലിബറൽ അസോസിയേഷൻ. സുരേന്ദ്രനാഥ് ബാനർജി എന്ത് ചെയ്യുന്നുണ്ട്, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ ലിബറൽ അസോസിയേഷൻ. സുരേന്ദ്രനാഥ് ബാനർജി തുടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്ത്യൻ നാഷണൽ ലിബറൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വളരെ കരുത്തുറ്റതായിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ദൗർഭാഗ്യകരമായിട്ടൊരു സംഭവം എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ, ചെറിയ ടൗണിൽ എന്ത് ചെയ്യാണ് 1922 ഫെബ്രുവരി 5 എന്ത് ചെയ്യാണ്, വളരെ സമാധാനപരമായിട്ടൊരു ജാഥ നടന്നു വരികയാണ്. ഒരു മദ്യഷോപ്പൊക്കെ പിക്കറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, സത്യാഗ്രഹികൾ നടന്നുകൊണ്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ ഒരു സമരത്തില് എന്ത് ചെയ്യാണ്, ഒരു പോലീസ് വെടിവയ്പ് നടക്കുന്നു. അങ്ങനെ പോലീസ് വെടിവയ്പ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഈ ഒരു സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു 3 പേര് മരിക്കുകയും ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സമരാനുകൂലികൾ ഇടിച്ചു കയറുകയും അവിടെ എന്ത് ചെയ്യാണ്, ഏകദേശം 20ഓളം പോലീസുകാരെ എന്ത് ചെയ്യാണ്, ഈ പോലീസ് സ്റ്റേഷനിൽ തീ വെച്ചുകൊണ്ട് കൊല്ലുകയും ചെയ്യുന്നു. അപ്പൊ ഉത്തർപ്രദേശിലെ ചൗരി ചൗര അല്ലെ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് 1922 ഫെബ്രുവരി 5 നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രധാനപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി വളരെയധികം അസ്വസ്ഥനാവുന്നുണ്ട് അല്ലെ. ഗാന്ധിജിക്ക് അറിയാലോ, അഹിംസയിൽ ഊന്നിയ ഒരു സമരമുറയാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി വളരെ വയലന്റ് ആയിട്ടൊരു സംഭവം നടക്കുന്ന സമയത്ത് ഗാന്ധിജി വളരെ രോഷാകുലനായിട്ട് എന്ത് ചെയ്യും, ഈ നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യും, അവസാനിപ്പിക്കും. നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. അതെന്ത് ചെയ്യും, INCയിലെ വലിയ പൊട്ടിത്തെറിയിലേക്ക് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കാനുള്ള പ്രമേയം പാസ്സാക്കപ്പെട്ടത് എപ്പോഴാണ്, 1922 ഫെബ്രുവരി 12. 1922 ഫെബ്രുവരി 12 എന്ത് ചെയ്യും, നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യും, അവസാനിക്കാനുള്ള പ്രമേയം എന്ത് ചെയ്യും, ബർദോളിയിൽ വെച്ച് അല്ലെ, ഗുജറാത്തിലെ ബർദോളിയിൽ വെച്ച് എന്ത് ചെയ്യും, പാസ്സാക്കപ്പെടും. അങ്ങനെ ഈ ഒരു പ്രശ്നം ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം വിഡ്രോ ചെയ്തതിനു ശേഷം ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, ഗാന്ധിജി അറസ്റ്റിലാവുന്നത് എന്താണ് 1922 മാർച്ച് 10-ലാണ്. ഫെബ്രുവരി 12 വിഡ്രോ ചെയ്യുന്നു, മാർച്ച് 10 എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്യപ്പെടും. സെഡിഷൻ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, ചാർജുകളുമായി ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുകയും 6 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം അടയ്ക്കപ്പെടുന്ന ജയിൽ എന്ന് പറയുന്നത് യർവാദ ജയിലാണ്. അപ്പൊ ഇത്രയാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിനെ പിൻവലിക്കാനുള്ള തീരുമാനത്തെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ച ദേശീയ ദുരന്തം എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു തീരുമാനത്തെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്ത സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ INCയിലുള്ള ഒരുപാട് അധികം നേതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ മോശം രീതിയിൽ എന്ത് ചെയ്യുന്നു, വിലപിക്കുന്നുണ്ട്. അതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, അപലപിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺഗ്രസിലേക്ക് ഒരു പൊട്ടിത്തെറി സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു പിളർപ്പ് തന്നെ സംഭവിക്കുന്ന ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചൗരി ചൗര സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്ര എന്ത് ചെയ്യാ അറിഞ്ഞിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് നമുക്കറിയാലേ, മാപ്പിള ലഹള പോലെ, മലബാർ കലാപം 21 നടന്ന മലബാർ കലാപം പോലെ, അല്ലെങ്കിൽ അകാലി മൂവ്മെന്റ് പോലെയൊക്കെ ഉള്ള മൂവ്മെന്റുകൾ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നോക്കാം. ഇന്നത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ.
അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ലീവ് ചെയ്യാം. എനിവേ താങ്ക് യു. ഓ ചോദിക്കൂ ഷഫീറ, എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. റെക്കോർഡ് സെക്ഷൻ നമ്മൾ ഈ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയുമ്പോൾ സഫീറയ്ക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം എക്സ്ട്രാ പറയുന്ന പോയിന്റ്സ് നമുക്ക് മിസ്സാവും. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നിപ്പോ ഈ ഒരു സ്പീഡിൽ തന്നെ ഇപ്പം കാണണമെന്നില്ല, 2x വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കേൾക്കാനെങ്കിലും ശ്രമിക്കുക. എന്നിട്ട് എഴുതി വരുന്ന എന്തെങ്കിലും ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്തെ ഇതൊന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒന്ന് കേൾക്കുക. എന്നിട്ട് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം എഴുതിയെടുക്കുക. എക്സ്ട്രാ പോയിന്റ്സ് മിക്കവാറും എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ടാവൂടാ. അപ്പൊ PDF മാത്രം വായിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് കാണുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു, ക്ലാസ് കാണണ്ട കേൾക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഈ എല്ലാ നോട്ടിനകത്തേക്ക് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നതും ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ ക്ലാസ്സിനകത്ത് ഇരിക്കുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ മിസ്സാവും നമ്മൾ നോട്ട് മാത്രം വായിക്കുന്ന കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ക്ലാസ്സും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ നോട്ടിലേക്ക് മാത്രം ചുരുങ്ങുക. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, സമയം പറയുന്നത് വലിയൊരു ഇതല്ലേ. അപ്പം സഫറിക്ക് അത്രയ്ക്ക് തിരക്കാണെന്നുണ്ടെങ്കിൽ നോട്ടിലേക്ക് മാത്രം ഒതുങ്ങുക. പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം റെക്കോർഡ് ക്ലാസ്സസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഓക്കെ, ഹോപ്പ് ക്ലിയർ ആയെന്ന്. വേറെ എന്തെങ്കിലും ഉണ്ടോ?